ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളികളായത് യുവാക്കളായിരുന്നു. ആ പോരാട്ട വീര്യം ഇന്നും ചോർന്നു പോയിട്ടില്ല എന്ന് വെളിവാക്കുന്ന ഒരു യുവജന പ്രക്ഷോഭം. ആ പോരാട്ട വീര്യത്തിന് മുന്നിൽ സർക്കാർ മുട്ടുമടക്കി മന്ത്രി രാജിവെച്ചപ്പോൾ ആ വിജയത്തിന് അവകാശവാദം ഉന്നയിച്ച് കോൺഗ്രസ് വന്നതായി കണ്ടു. സത്യത്തിൽ ഈ സമരത്തോട് കോൺഗ്രസ് സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തോട് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി കരുത്താർജിച്ചാൽ തങ്ങളുടെ ഉള്ള വോട്ട് കൂടി ചോരുമെന്നായിരുന്നു കോൺഗ്രസിൻ്റെ ആശങ്ക. കോക്രോച്ച് ജനതാ പാർട്ടി മോഡി സർക്കാരിൻ്റെ സൃഷ്ടിയാണെന്ന് പോലും കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയായ ജയറാം രമേശ് മാധ്യമങ്ങളോട് പറയുന്നത് നമ്മൾ കണ്ടതാണ്. വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള ഇന്ത്യ കൂട്ടായ്മ യോഗത്തിൽ ജന്തർ മന്ദിറിലെ സമരത്തിന് അകലം പാലിക്കണമെന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. CPM അടക്കമുള്ള ഇന്ത്യ മുന്നണിയിലെ ബാക്കി പാർട്ടികളെല്ലാവരും ഈ നിലപാട് തള്ളി. ഈ വിഷയത്തിൽ ഇന്ത്യ കൂട്ടായ്മയിൽ ഒറ്റപ്പെട്ടിട്ടും കോൺഗ്രസ് സമരത്തോട് അകലം പാലിച്ചു. ജന്തർ മന്ദിറിലേക്ക് ജനപ്രവാഹമായതോടെ കോൺഗ്രസ് തങ്ങളുടെ നിലപാട് മാറ്റേണ്ടി വന്നു. എങ്കിലും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളാരും ജന്തർ മന്ദിറിലെ സമരപ്പന്തലിൽ എത്തിയിട്ടേയില്ല. അവസാനം പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയ സമരത്തിൻ്റെ ഭാഗമാകുക മാത്രമാണ് ചെയ്തത്. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് കോൺഗ്രസിന് അനുകൂലമായി മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ നുണക്കഥ മെനയുന്നത്. വിദ്യാർത്ഥി സമരം ചരിത്രം വിജയം നേടുമെന്നുള്ള സാഹചര്യത്തിൽ മാത്രമാണ് കോൺഗ്രസ് സമരത്തിൻ്റെ ഭാഗമായി മാറിയത് എന്നത് യാഥാർത്ഥ്യമായി ഇന്നും നിലനിൽക്കുന്നു.